Good morning to all. Good morning, ma'am. Yeah, morning. Okay, let's start today's class. Prayer varanyotte, ma'am. Yeah, okay. Heavenly Father, as I start this day, I ask for your wisdom to guide my steps. Bring clarity to my mind and help me to take the right decisions. Bless my efforts with success and let your favor shine upon me. I trust in your plan and ask for your strength as I pursue my goals. In Jesus' name, Amen. Thank you, ma'am. Okay. Good morning, everyone. I am Tansira, and a very warm welcome to our online class. I am really looking forward to learning and growing with all of you this season. I would like to invite Ashwati ma'am for today's class and also invite Mariama for today's thought. Thank you. Good morning, everyone. Good morning, ma'am. Thought of the day. Never think I have nothing. Never think I have everything, but always think I have something. I can achieve anything. എനിക്ക് ഒന്നുമില്ലെന്ന് ഒരിക്കലും കരുതരുത്. എനിക്ക് എല്ലാം ഉണ്ടെന്നും ഒരിക്കലും കരുതരുത്. പക്ഷേ എനിക്ക് എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് എപ്പോഴും കരുതുക. താങ്ക് യു. Yeah, okay. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസ് ആയിട്ട് ടോപ്പിക് ആയിരുന്നു, ടോപ്പിക് പ്രസന്റേഷൻ ആയിരുന്നു. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, പ്രസന്റേഷൻ കംപ്ലീറ്റ് ആയില്ലേ? ഇല്ല മാം. എന്തോ മാം പറഞ്ഞ കറക്റ്റ് ആണെന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് പോർഷനിലേക്ക് പോവാട്ടോ. നമ്മളിപ്പോ പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? ഏതൊക്കെയായിരുന്നു? നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, adverb, verb, preposition ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. എല്ലാം അറിയാലോ? ഇനി ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ? ഡൗട്ട് ഒന്നുമില്ല? ഓക്കെ ആണ്? ക്ലിയർ ആണ്? മാം വെറുതെ ഇപ്പൊ ക്ലാസ് ആണല്ലോ ചെയ്തത് മാം, അതൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് വെർബിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ നന്നായിരുന്നു. വെർബ് മീൻസ് എന്താണ്? പ്രവൃത്തിയാണല്ലേ? നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതും വേർബാണ്. അതിപ്പോ ആക്ഷൻ വേർബ് ഉണ്ട്, സ്റ്റേറ്റ് വേർബ് ഉണ്ട്. ആക്ഷൻ വേർബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആക്ഷൻ വേർബിൽ വരുന്നതാണ്. ഓക്കെ, അല്ലാതെ നമുക്ക് സ്റ്റേറ്റ് വേർബ് ഉണ്ട്. അപ്പോ ഐ ഫീൽ ഹംഗ്രി എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ ഒന്നുമില്ല. ഓക്കെ, പക്ഷെ അതൊരു സ്റ്റേറ്റ് വേർബ് ആണ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതാണ് 2 ടൈപ്പ് വേർബ് എന്ന് പറയാനുള്ളത്. പിന്നെ നമ്മൾ എക്സ്ക്യൂസ് മീ മാം, ഈ പ്രപ്പോസിഷൻ ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞുതരാം മാം. പ്രപ്പോസിഷൻ അതാണ് ഇത്തിരി സംശയപ്പെട്ടത്. ഞാൻ മാറിപ്പോയത്, വെർബ് എന്ന് പറഞ്ഞത് പ്രപ്പോസിഷൻ പറയേണ്ടി. അത് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്ന് തന്നാൽ കൊള്ളായിരുന്നു. പ്രപ്പോസിഷൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ചല്ലോ, എല്ലാവരും എടുത്തതാണ്, പ്രസന്റ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഇൻ, ഓൺ, അറ്റ്, സിൻസ്, ഫോർ, During, by. എന്തോ During, by, for, since, between. ഇത്രയും പ്രപ്പോസിഷൻ. അതിൽ ഏതാണ് കൺഫ്യൂഷൻ? ഏതാണ്? അല്ല മാം, എനിക്ക് എക്സാം ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് മാർക്ക് എനിക്കത് ഇച്ചിരി ഡൗട്ട് ഉണ്ട്. കാരണം ഞാൻ കുറച്ച് ക്ലാസ് മിസ് ചെയ്തു. അത് ഞാൻ ഓൾറെഡി കൂടി, പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു ഡൗട്ട്. ഈ സെൻസ് ഒക്കെ എനിക്ക് എക്സാം ഇത്തിരി മാർക്ക് കുറവായിരുന്നു. എനിക്കത് ഇത്തിരി ഭയങ്കര കൺഫ്യൂഷൻ. ഏതാണ് അത് ഇതെല്ലാം കൂടി ഒരു കൺഫ്യൂഷൻ. അതാണ് ഒന്നെല്ലാനും ഒന്ന് എന്താണ് സിമ്പിളായിട്ടൊന്ന് മാം പറഞ്ഞു തന്നാൽ മതി, വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, ഓൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഡേ, ഡേറ്റ്, പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ പിന്നെ സർഫേസിന്റെ മുകളിൽ വരുന്നതൊക്കെ എന്താണ്? നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഡേയും ഡേറ്റ് ഒക്കെ കണ്ടാൽ അവിടെ ഓൺ ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം. പിന്നെ എന്താണ്? ഇൻ ആണെങ്കിലോ, ഇൻ എവിടേക്കാ വരാ? ഇൻ ദ മോർണിംഗ്. പിന്നെ എവിടേക്കാ? പറയൂ, കൂടെ പറയൂ. എവിടേക്കാണ് ഇൻ യൂസ് ചെയ്യാ? കൺട്രി, സിറ്റീസ്, വില്ലേജ്, Season, അടച്ചുപൂട്ടിയ സ്ഥലങ്ങള്.
എന്തെങ്കിലും Enclosed ഉള്ളിലായിരിക്കും, എന്തെങ്കിലും space. സെന്റൻസ് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻസൈഡ് ആയിരിക്കുമ്പോൾ ഇന്നാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ബോക്സിന്റെ അകത്ത് പെന്ന് ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇന്ന്, എന്തെങ്കിലും ഉള്ളിലായിട്ടിരിക്കുമ്പോൾ ഇൻസൈഡ് ആയിട്ടിരിക്കുമ്പോൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത് പ്രപ്പോസിഷൻ. ഓക്കെ, പിന്നെ ഇനി വണ്ടിയുടെ അടുത്താണ്. കാര്യം പറയുമ്പോൾ പറയൂ അതിനാ പറയും. വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ വണ്ടി അങ്ങനെയുള്ള സൗകര്യമുള്ളപ്പോൾ ബൈ ആണ് യൂസ് ചെയ്യുന്നത്. ഇരിക്കാൻ മാത്രം പറ്റുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ ഇൻ യൂസ് ചെയ്യുന്നു. അതായത് ചെറിയ സ്മോൾ വെഹിക്കിൾ, എൻക്ലോസ്ഡ് ആയിട്ടുള്ള വെഹിക്കിളിൽ ഇന്നാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ബൈക്കിന് ഇനി യൂസ് ചെയ്യില്ല. ബൈക്കൊക്കെ ആകുമ്പോ ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വലിയ വെഹിക്കിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഓൺ യൂസ് ചെയ്യാം. അതുപോലെ ഓപ്പൺ ആണ്, ഇപ്പോ 2 വീലർ ഒക്കെ ആണെങ്കിലും ഓൺ യൂസ് ചെയ്യാം. പിന്നെ ഡേറ്റ് ഡേ ഒക്കെ ആണെങ്കിൽ ഓൺ, ഇൻ ആണെങ്കിൽ ഇപ്പോ പറഞ്ഞ പോലെ സ്മോൾ വെഹിക്കിൾ, ഇൻക്ലോസ്ഡ് ആയിട്ടുള്ള വെഹിക്കിള്, പിന്നെ നമ്മള് ഉള്ളിൽ വെക്കുക അല്ലെ, ഉള്ളിൽ എന്നൊരു മീനിങ് കൂടെ ഇന്ത്യനുണ്ട് സീസൺ പറയുമ്പോഴും. ഇതൊക്കെ ഇവിടെയൊക്കെയാണ് നമ്മൾ ഇൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ലവ്ലിക്ക് ഡൗട്ട് വരാൻ കാരണം സിൻസും 4 ആയിരിക്കാം മേ ബി, ആണോ? സിൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഓക്കെ, മുതൽ എന്നൊരു മീനിങ് ആണ് സിൻസിന് വരാം. അതായത് രാവിലെ മുതൽ, അവള് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ലീവ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ മുതലാണ് അവിടെ വരുന്നത്. ഓക്കെ, സിൻസ് ആണ്. അപ്പൊ മോസ്റ്റ്ലി നമ്മള് മുതൽ എന്ന് പറയുമ്പോഴാണ് സിൻസ് അവിടെ യൂസ് ചെയ്യുക. 4 എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം ആണ്. ടൈം മീൻസ് ടൈം ഡ്യൂറേഷൻ ആണ്. ഇത്ര മണിക്കൂർ, അവൾ ഇത്ര മണിക്കൂർ പഠിക്കായിരുന്നു, ഇത്ര വർഷം അവള് പഠിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇത്ര ഒരു 6 മാസം അവള് പഠിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡ്യൂറേഷൻ ആണ് നിൽക്കുന്നത് അല്ലെ. 6 മാസത്തെ കാലയളവ്, 3 മണിക്കൂർ എന്ന് പറയാം ആ ടൈം പീരീഡ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ വരുമ്പോഴാണ് നമ്മളോട് 4 യൂസ് ചെയ്യാം. സിൻസ് അങ്ങനെയല്ല, എവിടെയാണോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് 9 മണി മുതൽ, കറക്റ്റ് എക്സാക്ട് ടൈമോ എക്സാക്ട് ഡേറ്റോ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയാൻ പറ്റും. ക്ലിയർ ആയോ? 4 ഡ്യൂറേഷൻ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഓക്കെ മാം. വേറെ ഡൗട്ട് ഒന്നും ഇല്ലേ? പിന്നെ ഉണ്ട് മാം, ഒരു മിനിറ്റ് കേട്ടോ. അത്രേ ഉള്ളൂ മാം, അത്രേ ഉള്ളൂ. ശരിയാ, ബാക്കിയൊക്കെ എനിക്ക് ക്ലിയർ ആയി. എല്ലാവർക്കും സിൻസ് 4 ആണ് ഡൗട്ട് വരാം. സിൻസ് 4 ആണ് നമ്മൾ ടെൻസ് എടുക്കുമ്പോ അത്യാവശ്യം യൂസ് ചെയ്യുന്നതും ഈ സിൻസ് 4 തന്നെയാണ്. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, അപ്പോ ഇതെല്ലാം പഠിച്ചു. ഇതെല്ലാം പഠിച്ചത് നമുക്ക് ടെൻസിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പൊ ടെൻസിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാം ഇപ്പൊ അറിയാം. സബ്ജക്ട് എന്താണ്, വേർബ് എന്താണ്, പ്രപ്പോസിഷൻ എന്താണ്, ഓക്സിലറീസ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഓക്സിലറീസിനെ കുറിച്ച് നമുക്ക് ടെൻസ് എടുക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോ നോട്ട്ബുക്ക് എടുക്കാം കേട്ടോ. ചെക്ക് നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ദി ഹെഡിങ് യൂണിറ്റ് 4 ടെൻസസ് ഓഫ് വേർബ് ഇൻ ഇംഗ്ലീഷ്. അല്ലെങ്കിൽ ടെൻസസ് മാത്രം എഴുതിയാലും മതി. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ടെൻസ് ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ശ്രദ്ധിച്ചിരിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോവാം. മാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാന് PSCന്റെ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു മിനിയാന്ന്, ASMന്റെ. വെറുതെ ഒന്ന് ഇങ്ങനെ എഴുതിയതാ, അത് എന്താ സംഭവം എന്നൊന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അതില് പ്രൊപ്പോസിഷനുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മാമിന് ഓർമ്മ വന്നു. പ്രൊപ്പോസിഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതില്. ഇംഗ്ലീഷ് പിന്നെ എഴുതിന്ന് വേണമെങ്കിൽ പറയാൻ പാടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അറ്റൻഡ് ചെയ്തത് മാത്രമാണ്, എന്താന്ന് അറിയാൻ വേണ്ടിട്ട് സംഭവം എന്താന്ന്. ഇംഗ്ലീഷ് സിമ്പിൾ ആയിരുന്നു, കുറച്ചൊക്കെ മനസ്സിലായി എന്നാണ് പറഞ്ഞു വരുന്നത്, ആണോ? അതെ അതെ അതെ. പിന്നെ കളക്റ്റീവ് നൗണിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതെനിക്ക് അറിഞ്ഞില്ല. പക്ഷെ സ്റ്റേയേഴ്സിന്റെ കളക്റ്റീവ് നൗൺ, സ്റ്റേയേഴ്സിന്റെ കളക്റ്റീവ് നൗൺ എന്താണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. സ്റ്റേയേഴ്സ്, പടികൾ. പടികൾ. ഓക്കെ ഓക്കെ, നോക്കിയായിരുന്നു അത് എന്താണെന്ന്?
ഞാൻ പിന്നെ കണ്ടുപിടിച്ചു, ഞാൻ ആൻസർ കീ നോക്കി. ഓക്കെ. അതിനുണ്ട് കളക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്, അല്ലാതെ നമുക്ക് കിട്ടില്ല. ഒരുപാട് കളക്റ്റീവ് നൗൺ ഉണ്ട് അല്ലെ? അപ്പൊ മനസ്സിലായല്ലേ? ഏതായിരുന്നു ആൻസർ? ഏതായിരുന്നു? ഫ്ലൈറ്റ് എന്നാണോ? ഫ്ലൈറ്റ് അല്ലേ? ഫ്ലൈറ്റ് എനിക്കറിഞ്ഞില്ല, ഇപ്പൊ ഫ്ലൈറ്റ് ആണെന്ന് മനസ്സിലായി. ഫ്ലൈറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിക്കുക, ബേസിക് ഇങ്ങനെ ഉപകാരപ്പെടും. നമുക്ക് ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ എഴുതിക്കോളൂ കേട്ടോ. ടെൻസില് നമുക്ക് ഏതൊക്കെ ടെൻസ് ആവുള്ളേ? പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഓക്കെ, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അത് 3 ടെൻസ് ആണുള്ളത്. അതിൽ 3ലും നമുക്ക് 4 ആക്ഷൻസ് രീതിയുണ്ട്, 4 ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇങ്ങനെ 4 ആക്ഷൻസ് ആണ് നമ്മൾ പഠിക്കുക ഇതില്. അപ്പൊ നമ്മൾ ടോട്ടലി നമ്മൾ എടുക്കുന്നത് എത്രയാണ്? 12 ടെൻസ് പഠിക്കുന്നുണ്ട്. അതില് നമ്മുടെ ലാസ്റ്റ് വൺ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ മോസ്റ്റ്ലി കമ്മ്യൂണിക്കേഷനിൽ അധികം യൂസ് ചെയ്യാത്ത ഒന്നാണ്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാറില്ല, പൊതുവെ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ബിഗിനേഴ്സ് അധികം ചെയ്യാറില്ല എന്ന് മാത്രം. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. അതിന് പകരം നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മള് പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. ഇപ്പൊ PSC എക്സാം ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും അല്ലെ മനസ്സിലാവണമെങ്കിൽ എല്ലാം അറിഞ്ഞിരിക്കണം. സോ നമ്മൾ 12 ടെൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ ആണോ? ടെൻസിൽ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടോ ക്ലാസ്സില്? ടെൻസ് അറിയാവുന്നവര്, കൺഫ്യൂഷൻ ഉള്ളവര് ആരൊക്കെയാണ്? കുറച്ചൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്? കുറച്ചറിയാം, പക്ഷെ മാം പറഞ്ഞു തരുമ്പോൾ എല്ലാം മനസ്സിലാവും. കുറച്ചറിയാം, പണ്ട് തുടങ്ങി കേൾക്കുന്നതുകൊണ്ട് അല്ലെ ടെൻസ് എന്ന് പറയുമ്പോ. എന്നാ ടെൻഷൻ ഉണ്ടോന്ന് വെച്ചാൽ അല്ലെ, അറിയാന്ന് വെച്ചാൽ അറിയാം, അറിയില്ലെന്ന് വെച്ചാൽ അറിയില്ല എന്നൊരവസ്ഥയിലാണ് എല്ലാവരും ടെൻഷൻ നിൽക്കുക പൊതുവെ. ഓക്കെ, നമുക്കത് ഫെമിലിയർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ അറിയാന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ അതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അറിയില്ല എന്ന് പറയും. ഓക്കെ, സോ ഏതാട്ടോ? പ്രസന്റ് ടെൻസിന് ഹെഡിങ് കൊടുക്കാം. പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിൽ ഏതാണ് നമ്മൾ ഫസ്റ്റ് പറയാ? സിമ്പിൾ പ്രസന്റ് ആണ് കേട്ടോ. അപ്പൊ സ്മോൾ ഹെഡിങ് കൊടുക്കാം, സിമ്പിൾ പ്രസന്റ്. 4 ആക്ഷൻസ് ഉണ്ടല്ലോ പ്രസന്റ് ടെൻസിൽ. 4 ആക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അറിയില്ലെങ്കിൽ എല്ലാം എഴുതി വേണമെങ്കിൽ വെക്കാം. ഓക്കെ, എഴുതുന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ, ഞാൻ അതിനനുസരിച്ച് സ്ലോ ചെയ്ത് പറയാം. പറഞ്ഞു തന്നേക്കും മാം, അത് എഴുതി വെക്കുകയാണെങ്കിൽ ഓർത്ത് പഠിക്കാമല്ലോ. എഴുതിക്കോളൂ. ഞാൻ എന്തെങ്കിലും നോട്ട് ഷെയർ ചെയ്യോ കേട്ടോ? ഈ പ്രസന്റ് ടെൻസിന്റെ വേണ്ട, നോട്ടിന് ആവശ്യമില്ല, നിങ്ങൾ എഴുതാൻ മതി. മാം സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും മാം. ഓക്കെ, അപ്പോ 4 ആക്ഷൻസ് എഴുതിയോ? പ്രസന്റ് ടെൻസിലെ തന്നെ 4 ആക്ഷൻസ്. വേണമെങ്കിൽ ടേബിൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. പിന്നെ എല്ലാ പ്രാവശ്യം എഴുതണ്ടല്ലോ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചറിന്റെ ഈ ടേബിള് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഇത് കഴിയുമ്പോ പറയാം. കഴിഞ്ഞോ? ഇല്ല കഴിഞ്ഞ ആ ടേബിൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ, ബാക്കിയൊന്നും എഴുതരുതേ, ടേബിൾ മാത്രം. മാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതിയോ? മതി മതി, എളുപ്പമായല്ലോ, അപ്പൊ എഴുതണ്ട.
സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് ഏതെടുക്കണോട്ടെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അങ്ങനെ ഫോണിൽ കിടക്കുകയുള്ളൂ. ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണുമ്പോൾ അത്യാവശ്യമുള്ള നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. കുറെ കഴിയുമ്പോൾ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്യും. കാരണം നമ്മള് മറന്നു പോകും, പിന്നെ നോട്ട്ബുക്കിൽ എഴുതാനോ ഓർക്കില്ല. അതുകൊണ്ട് അപ്പോ തന്നെ എഴുതി വെക്കാട്ടോ സൗമ്യ, മറക്കരുത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഏതാ? പ്രസന്റ് ടെൻസില് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, പ്രസന്റ് ടെൻസില് സിമ്പിൾ പ്രസന്റ് ആണ് പറയാൻ പോകുന്നത്. സിമ്പിൾ പ്രസന്റ് ഹെഡിങ് കൊടുക്കുക. ഞാൻ പറയുമ്പോൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ, അല്ലാതെ എഴുതണ്ട, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് നേരെ ബ്രാക്കറ്റിൽ എഴുതാട്ടോ. ചെയ്യുന്നു എന്ന് മലയാളത്തിൽ എഴുതാം. ചെയ്യുന്നു, ബ്രാക്കറ്റില് ചെയ്യുന്നു എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെയിലി റൊട്ടീൻ അല്ലെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹാബിറ്റ്സ്, പിന്നെ പെർമനന്റ് സിറ്റുവേഷൻസും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, ഇതൊക്കെ പറയാൻ നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഡയറിയിലൊക്കെ എഴുതി വെക്കാൻ ആരെങ്കിലും പണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്കറിയില്ല. ഡയറി എഴുതി വെക്കും നമ്മൾ രാവിലെ എണീറ്റു അല്ലെ, അത് എണീറ്റു എന്നാണ് പറയാ. പക്ഷെ നമ്മൾ ഡെയിലി ഒരു ഹാബിറ്റ്സ് ആയിട്ടാണ് പറയുന്നെങ്കിൽ ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, കുക്ക് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, മനസ്സിലായി, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് തന്നെ എല്ലാവരും ചെയ്യുന്നു എന്നൊരു മീനിങ്ങിലാണ് നമ്മൾ പറയാ അല്ലെ. കുക്ക് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, എണീക്കുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു. അപ്പൊ എന്താണ് ചെയ്യുന്നു എന്ന രീതിയിലാണ് എല്ലാം പറയാം. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒരു ഹാബിറ്റ് ആണ്, റൊട്ടീൻ ആണെന്ന് പറയാം. അതുപോലെ ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു എന്ന് പറയുന്നത് ഒരു റൊട്ടീൻ ആണ് അല്ലെ, എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ഹാബിറ്റ് ആണ് എന്ന് പറയാം. സോ ഇതെല്ലാരും നമ്മൾ പറയാൻ യൂസ് ചെയ്യുന്ന ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ, അതുപോലെ തന്നെ പെർമനന്റ് സിറ്റുവേഷൻ. പെർമനന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോ ഇപ്പോ സ്കൂൾ ജൂൺ 5-ന് തുറക്കും അല്ലെ, തുറക്കും എന്നാ പറയുന്നേ. തുറക്കും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പാസ്റ്റ് അല്ലേ, ഫ്യൂച്ചർ അല്ലേ എന്ന് വിചാരിക്കും, വരാൻ പോകുന്ന കാര്യമല്ലേ. പക്ഷെ വരാൻ പോകുന്ന കാര്യമാണെങ്കിലും അത് പെർമനന്റ് ആയിരിക്കും, അത് ഫിക്സഡ് ഡേറ്റ് ആയിരിക്കും. ആ ഡേറ്റിൽ യാതൊരു വിധ ചേഞ്ചസും വരില്ല. നിങ്ങൾ കല്യാണ ലെറ്റർ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിലൊരു ഡേറ്റ് പറയും അല്ലെ, കല്യാണം എന്നാണെന്ന് പറയും. അത് ശരിക്കും ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കുക, മറക്കാതിരിക്കുക. കാരണം ഓരോ ടെൻസ് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പെർമനന്റ് സിറ്റുവേഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. മനസ്സിലായോ? അപ്പോ സ്കൂൾ തുറക്കും എന്ന് പറയുന്നത് എന്തൊക്കെ വന്നാലും ആരൊക്കെ ഇല്ലെങ്കിലും 5-ാം തീയതി സ്കൂൾ തുറക്കും, ഷുവറാണ് അല്ലെ. അതുപോലെ തന്നെയാണ് കല്യാണം, ആരൊക്കെ വന്നാലും ഇല്ലെങ്കിൽ കല്യാണം നടക്കും. ചെക്കനും പെണ്ണും മാത്രം മതി അല്ലെ, കല്യാണം നടക്കും. അത് ഷുവറാണ്, അത് പെർമനന്റ് ആണ്. മനസ്സിലായോ? അതിൽ ഇനാഗുറേഷൻ അങ്ങനെയൊക്കെ തന്നെയാണ്, പെർമനന്റ് ആണ്. ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റിൽ തന്നെ നടക്കും. മനസ്സിലായോ? അപ്പോ ഇതെല്ലാരും പറയുന്നത് കേൾക്കുമ്പോൾ ഫ്യൂച്ചർ ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഫ്യൂച്ചർ ടെൻസിലല്ല അത് പറയുന്നത്, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങൾ. സൂര്യൻ കിഴക്കുദിക്കുന്നു, ഇതൊരു പ്രപഞ്ച സത്യമാണ് അല്ലെ. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. സൂര്യൻ കിഴക്കുദിക്കുന്നു, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. ഇതൊക്കെ എന്താണ്? പ്രപഞ്ച സത്യമാണ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. ഓക്കെ ആണോ? ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ മാം, ക്ലിയർ ആയെങ്കിൽ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. ഹാബിറ്റ്സ്, റൊട്ടീൻ, പെർമനന്റ് സിറ്റുവേഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ഈ 4 പോയിന്റ് എഴുതി വെക്കുക. ആ 4 പോയിന്റ് കാണുമ്പോഴും ഞാൻ ഇപ്പൊ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വരണം. ഓക്കെ, 4 പോയിന്റ് എഴുതി വെക്കുക കേട്ടോ. വേണമെങ്കിൽ കുറച്ച് സ്പേസ് വിട്ടോളൂ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ മനസ്സിലായത് അത് നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിലോ നിങ്ങൾക്ക് അവിടെ ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കാം. അതിന് വേണമെങ്കിൽ സ്പേസ് വിട്ടോളൂ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം.
കഴിഞ്ഞു. മാമ 4 കാര്യത്തില് 4ാമത്തെ കാര്യം കിട്ടിയില്ല, ഒന്നുകൂടി പറയാമോ? യൂണിവേഴ്സൽ ട്രൂത്ത് ആണോ? അതെ അതെ. അത് പ്രപഞ്ച സത്യമാണ്. പ്രപഞ്ചത്തിൽ എന്തൊക്കെ സത്യങ്ങളുണ്ട്? 2 ഞാൻ പറഞ്ഞു. സൂര്യൻ കിഴക്കുദിക്കുന്നു, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. പിന്നെന്താണ്? പിന്നെന്തൊക്കെയാ ഉള്ളത്? സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. കലണ്ടർ മാറി വരുന്നു. എന്തോ കലണ്ടർ ഇങ്ങനെ മാറി വരുന്നില്ലേ, അതല്ലേ ഉദ്ദേശിച്ച? അല്ല, പ്രപഞ്ച സത്യങ്ങൾ എന്ന് പറയുമ്പോ എന്താണ്? നമുക്ക് മഴ പെയ്യുന്നു അങ്ങനെ പറയാൻ പറ്റുമോ? ആകാശത്ത് മഴ പെയ്യുന്നു അങ്ങനെ പറയാൻ പറ്റുമോ? it's raining. പറയില്ല. സീസൺ മാറുന്നു പറയോ? എന്തോ സീസണുകൾ മാറി വരുന്ന കാര്യം പറയാൻ പറ്റുമോ? മാറി വരുന്നു. അതെങ്ങനെയാ പറയാ നമ്മള്? ഒരു പ്രപഞ്ച സത്യം എന്തെങ്ങനെയാ പറയാ? ജൂണിൽ മഴ പെയ്യുന്നു. ജൂണിൽ മഴ പെയ്യുന്നു. ജൂണിൽ മഴ പറയാം. ഇപ്പൊ ജൂണിലല്ലല്ലോ മഴ, ഇപ്പൊ എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ ഇല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? അത് പണ്ടായിരുന്നു പ്രപഞ്ച സത്യം. ഇപ്പൊ പ്രപഞ്ച സത്യമേ അല്ല, പ്രപഞ്ചം മൊത്തം മാറി. മൊത്തമായോ? ഇതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഏതാണ്? പിന്നെ ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയ നിങ്ങള്? പ്രപഞ്ച സത്യം, സൗരയൂഥങ്ങള്, എന്താണ്? ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്നു എന്നൊക്കെ പറയില്ല നമ്മള്, അല്ലെ? അതൊക്കെ എന്താണ്? പ്രപഞ്ച സത്യമാണ്. ഓക്കെ. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു എന്ന് പറഞ്ഞ ഒരു സത്യമാണ്. ഒരു സത്യമാണ്, തിളയ്ക്കുന്നു. മാം മോർണിംഗ് നൈറ്റ് പറയാൻ പറ്റുമോ? മോർണിംഗ് നൈറ്റ്, അതായത് നമ്മള് അതൊരു സെന്റൻസ് ആണ് കേട്ടോ. ഇപ്പൊ സൂര്യൻ കിഴക്കുദിക്കുന്നു, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, കണ്ടോ? ആ ഒരു സെന്റൻസ് ആണ്. അങ്ങനെ സെന്റൻസിൽ പറയാം. ഓക്കെ. സണ്ണിനെ പറഞ്ഞിട്ട് മൂണിനെ പറ്റി പറയാൻ പറ്റുമോ? അത് പറയാലോ. ഈ മാത്തമാറ്റിക്കൽ ട്രൂത്ത്സിനെ പറ്റി പറഞ്ഞൂടെ? വരുവോ അങ്ങനെ? പറയാൻ ഒരുപാട് ചിന്തിക്കാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞുള്ളൂ, അധികം ചിന്തിച്ചു പോകണ്ട. ഓക്കെ. നമ്മൾ ഇതുവരെ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചറിലേക്ക് വന്നിട്ടില്ല. സ്ട്രക്ചർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്. പ്രപഞ്ച സത്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. സംഭവം മനസ്സിലായാലോ? ഈ 4 പോയിന്റ് മനസ്സിലായില്ലേ? അത് മതി. ഓക്കെ. അപ്പോ സ്ട്രക്ചർ എഴുതൂ. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1. നമുക്ക് ഓരോ ടെൻസിനും സ്ട്രക്ചർ ഉണ്ട്. സബ്ജക്ട് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് V1. ഇതില് സ്ട്രക്ചർ എഴുതി. സബ്ജക്ട് പ്ലസ് V1 നമുക്ക് വേണ്ടി ഷോർട്ട് ആയിട്ട് S പ്ലസ് V1 എന്ന് എഴുതിയാലും മതി. നോട്ടിൽ കാണുന്ന പോലെ അങ്ങനെ എഴുതാം. ഇനി എന്താണ് സബ്ജക്ട് എന്നും എന്താണ് V1 എന്നും അറിയണം. V1, V2, V3 ഫോംസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നാണ്. തന്നിരുന്നോ? പറയൂ. തന്നു. അപ്പൊ പിന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ സബ്ജക്ട്, നമ്മൾ ഇംഗ്ലീഷിൽ സബ്ജക്ട് ഉണ്ട്, അറിയാലോ? ഏതൊക്കെയാണ് സബ്ജക്ട്? ഏതൊക്കെയാണ്? എഴുതിക്കോളൂ. I, you, we, they, he. മാം ദയ കഴിഞ്ഞിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടോ? I, you, we, they, he, she, everybody. ഇതൊക്കെയാണ് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞോ? ഇനി സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായി. ഇനി അതില് സിംഗുലർ സബ്ജക്ട് ഉണ്ട്, പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്. സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്?
he, she, it, everybody ആണ് singular subject. And the plural subject I, you, we, they. ഇതും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാം. I, you, we, they, plural subject. He, she, it, everybody, singular subject. Okay. അപ്പൊ സബ്ജക്ട് എന്താണ്, സ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് V1. V1 ഞാൻ പറഞ്ഞാണ്, നമുക്ക് വേർബില് 3 ഫോംസ് ഉണ്ട്. V1, V2, V3. അതിൽ V1 ഫോം ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. വേറെ ഒരു ഫോം യൂസ് ചെയ്യാൻ പാടില്ല. V1 തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് സബ്ജക്ട് പ്ലസ് V1 എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പൊ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്, മനസ്സിലായി? ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഈ സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാലല്ലേ I, you, we, they അല്ലെ? സിംഗുലർ ആണോ അല്ലെങ്കിൽ പ്ലൂറൽ? പ്ലൂറൽ. മാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാൻ കഴിയോ? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. എക്സാമ്പിളോ? എന്തിന്റെ എക്സാമ്പിൾ ആണ്? സെന്റൻസ് ആണോ? പോയോ? ഞാൻ പറയാട്ടോ. ഓക്കെ, അപ്പോ സ്ട്രക്ചേഴ്സ് ക്ലിയർ ആയോ? സബ്ജക്ട് എന്താണെന്നും V1 എന്താണെന്നും മനസ്സിലായോ? ഓക്കെയാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, എക്സാമ്പിൾ പറയാൻ സമയമായിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയാം. ഇനി അറിയേണ്ടത് ഒരു റൂൾ ഉണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ റൂൾ എന്ന് പറയുന്നത് എല്ലാവരും ഫോളോ ചെയ്യണം. മസ്റ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ടും അത് യൂസ് ചെയ്താൽ മാത്രമേ ഈ ടെൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സെന്റൻസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റൂൾ വെച്ചാല് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. ഓക്കെ, singular subject is used with singular verb and plural subject used with plural verb. Okay, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വന്നു, എന്താണ് സിംഗുലർ വേർബും പ്ലൂറൽ വേർബും? വേർബ് എന്താണെന്ന് അറിയാം, അതിൽ സിംഗുലർ വേർബ് എന്താണ് അല്ലെ, സിംഗുലറും പ്ലൂറൽ എന്താണെന്ന് അറിയില്ല. നമുക്കറിയാം വേർബ് എന്താണെന്ന് അറിയാം അല്ലെ, നമുക്ക് ചുറ്റിനും കാണുന്നതും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം എന്താണ്, ഒരു വേർബാണ്. നിങ്ങളിപ്പോ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ എഴുതാണല്ലേ? എഴുതാണോ? എഴുതാണ്. അപ്പൊ അതെന്താണ് പറയാം? റൈറ്റിംഗ്. റൈറ്റിംഗ് എന്ന് വേണ്ട, V1 ഫോം ആണ് വേണ്ടത്. I am writing it. I write in my write. I write. I write in my I write in my book. ഒരുപാട് ചിന്തിക്കല്ലേ. വേർബിന്റെ V1 ഫോം ഏതാ? I write in my book. റൈറ്റ്. Right. റൈറ്റ്. അത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ചിന്തിക്കേണ്ട. നമുക്ക് ഞാൻ ചോദിച്ച വേർബ് മാത്രമാണ്, അതിന് സബ്ജക്റ്റ് ഒന്നും വേണ്ട. സോ റൈറ്റിന്റെ V1 ഫോം റൈറ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് ഇസ് എ പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ V1 ഫോം ചോദിക്കുമ്പോ മനസ്സിലാക്കാം, V1 എന്ന് പറയുന്ന ഫസ്റ്റ് ഫോം ആണ് റൈറ്റ്. ഓക്കെ, അപ്പൊ V1 റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറയുന്ന വേർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? Singular. സിംഗുലർ. അതെ, കാണുമ്പോ നോക്കുമ്പോ ഒന്നുമില്ലല്ലോ അല്ലെ, അത് സിംഗുലർ ആണ്. അല്ലാട്ടോ, തിരിച്ചാണ്. റൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബ് ആണ്. V1, V2, V3 വരും മാത്രമേ. അങ്ങനെയല്ല കേട്ടോ. V1 എന്താണ്? റൈറ്റ്. V2 റോട്ട്. V3 റിട്ടേൺ. അതിന്റെ പാർട്ടിസിപ്പിൾ റൈറ്റിംഗ് എന്നാണ് പറയാം. അത് V1, V2, V3 ഫോംസ് ആണ്. ഞാൻ പറഞ്ഞത് അതൊന്നും അല്ല. നമുക്ക് V1 തന്നെ നമുക്ക് അതിന് സിംഗുലറും പ്ലൂറലും ഉണ്ട്. V1 ഫോമില് വേർബിന്റെ ബേസ് ഫോമില് തന്നെ സിംഗുലർ വേർബും പ്ലൂറൽ വേർബും ഉണ്ട്. അതില് റൈറ്റ് എന്ന് പറയുന്ന വേർബ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് ഇസ് എ പ്ലൂറൽ വേർബ്. ഓക്കെ,
റൈറ്റിനെ നമ്മൾ സിംഗുലറൈസ് ചെയ്യണമെങ്കിൽ റൈറ്റിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അത് ഓരോ വേർബിനെയും ബേസ് തിരിക്കോട്ടോ. എസ് ആണോ ഇഎസ് ആണോ എന്നൊക്കെ അറിയാനായിട്ട്. ഇവിടെ ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സിംഗുലർ ഫോം കിട്ടും. റൈറ്റ്സ് ആണ് സിംഗുലർ വേർബ്. നൗണിന് നേരെ തിരിച്ചാണ്. നമ്മള് പ്ലൂറൽ നൗണും സിംഗുലർ നൗണും പഠിച്ചു. നൗണില് എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലൂറലും അല്ലാത്തത് സിംഗുലറും ആണെന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, വേർബിൽ വരുമ്പോൾ അത് നേരെ തിരിച്ചാണ്. എസ് ആഡ് ചെയ്യുന്നത് സിംഗുലറും അല്ലാത്തത് പ്ലൂറലും ആണ്. അതായത് നമ്മൾ നോർമലി പറയുന്ന എല്ലാ V1 ഫോമും പ്ലൂറൽ വേർബ് ആണ്. ക്ലിയർ? അല്ല മാം, റൈറ്റ്സ് സിംഗുലർ ആണ്, അപ്പൊ പ്ലൂറൽ എന്താ? റൈറ്റ്. ഇത്തിരി കൺഫ്യൂഷൻ വന്നതുകൊണ്ട്. കൺഫ്യൂഷൻ വരും, എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് പറഞ്ഞു പഠിക്കാം. ഓക്കെ, ഇനി ഇത്രയും മനസ്സിലായില്ലേ? അപ്പോ സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ് പറയൂ? He, she, it, everybody. സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്? He, she, Everybody. He, she, it, everybody. Plural subject? I, you, we, they. I, you, we, they. Okay? മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്, മറക്കില്ല. ഇനി റൂൾ എന്തായിരുന്നു? സിംപിൾ പ്രസന്റ് ടെൻസിലെ റൂൾ ഞാൻ പറഞ്ഞു. അതെന്തായിരുന്നു? റൂൾ എന്താണ് പറയൂ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും സിംഗുലർ വെർബാണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ വെർബാണ്. ഈ റൂൾ ഒരിക്കലും മറക്കാൻ പാടില്ല, തെറ്റിക്കാനും പാടില്ല. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബ്. എങ്ങനെയാണ് ഒരു വേർബിനെ നമ്മള് ഏത് പ്ലൂറൽ വേർബ് ഏതാണ്, സിംഗുലർ വേർബ് ഏതാണ്, നമ്മൾ എങ്ങനെയാ ചേഞ്ച് ചെയ്യാം പറയൂ? ആണെങ്കിൽ അത് പ്ലൂറൽ ആണ്. റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗുലർ ആണ്. ഒരു അഞ്ച് രണ്ട് വേർഡ് പറഞ്ഞേ. വേറെ എക്സാമ്പിൾ പറയൂ വേർബിന്റെ. ലേൺസ് പറ്റൂ? ലേൺസ് ആണ്. ഗോ എന്ത് വരും? ഗോസ്. ഗോസ്. റീഡ്? reads. Read. Play? Plays. Plays. Draw? Draws. Draws. Okay. Dance? Dances. Sing? Sings. Sings. Clear? Okay ആണല്ലോ. സ്ട്രക്ചർ മനസ്സിലായല്ലോ? സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, സബ്ജക്ട് ഏതാണോ അതിനെ ബേസ് ചെയ്താണ് വേർബ് വരേണ്ടത്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വരുന്ന വേർബ് V1 തന്നെ സിംഗുലർ വേർബ് ആയിരിക്കണം. അതായത് റോട്ടർ റിട്ടേൺ റൈറ്റിംഗ് ഒന്നല്ല വരേണ്ടത്, V1 തന്നെ സിംഗുലർ വേർബ് ആണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് ആണ് വരേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഇനി ഒബ്ജക്റ്റ്, സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിലേക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഞാൻ ഒരു മലയാളം സെന്റൻസ് പറയും, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒരുപാട് ചിന്തിക്കേണ്ട, സബ്ജക്റ്റും വെർബും മാത്രം മതി. ഓക്കെ, പിന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചെയ്യുന്നു എന്നാ പറഞ്ഞ അല്ലെ, ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എഴുതാം. ഞാൻ എഴുതുന്നു. ടെക്സ്റ്റ് യുവർ ആൻസർ. ഓക്കെ, ഞാൻ എഴുതുന്നു. ഒരുപാട് ചിന്തിക്കേണ്ട, ഞാൻ പറഞ്ഞു ഒരുപാട് ചിന്തിക്കേണ്ട. ഞാൻ എഴുതുന്നു എന്ന് പറയുമ്പോ അതിലെ സബ്ജക്റ്റും വെർബും മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ചിന്തിക്കേണ്ട, സബ്ജക്റ്റും വെർബും മാത്രമേ വരുന്നുള്ളൂ. സ്ട്രക്ചർ കറക്റ്റ് പഠിച്ചാല് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ, അറിയണം. ടെക്സ്റ്റ് ചെയ്യുമ്പോഴേ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂട്ടോ.
ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, സബ്ജക്റ്റും വേർബും മാത്രം മതി, വേറൊന്നും വേണ്ട. I writes. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഒന്നും മനസ്സിലായിട്ടില്ല എന്നർത്ഥം. കുറച്ച് പേർക്ക് മനസ്സിലായി, കുറച്ച് പേർക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഐ ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ എന്താണ്? I. സിംഗുലർ സിംഗുലർ ആണ്. ഐ സിംഗുലർ ആണെന്ന് ആര് പഠിപ്പിച്ചു? പ്ലൂറൽ ആണ്. പ്ലൂറൽ. സോറി ഐ പ്ലൂറൽ. വിചാരിക്കും ഞാനല്ലേ ഉള്ളൂ, ഞാൻ ഒറ്റക്കല്ലേ, അപ്പോ സിംഗുലർ ആണ് എന്ന് വിചാരിക്കും. ഞാൻ ഒറ്റക്കല്ല, ഞാൻ ഒറ്റക്കാണെന്ന് തോന്നും, പക്ഷെ അത് പ്ലൂറൽ ആണ്, മറക്കരുത്. ഓക്കെ, ഐ എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. അപ്പൊ യൂസ് ചെയ്യേണ്ട വേർബ് എന്തായിരിക്കണം? റൈറ്റ്. പ്ലൂറൽ. അയ്യോ കൺഫ്യൂഷൻ, സോറി. ഞാൻ പ്രത്യേകം പറഞ്ഞോ, റൂളാണ്, പഠിക്കണം. I write. I write. ഇവിടെ എന്തിനാണ് I am writing? ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചോ? ഞാൻ പഠിപ്പിച്ചോ? ഇല്ല. അതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഇതെങ്ങനെ ആം വന്നു, എങ്ങനെ റൈറ്റിംഗ് വന്നു? സിംഗുലറും പ്ലൂറലും കൺഫ്യൂഷൻ ആണ് കുറച്ച്. ഓക്കെ, ഞാൻ പറഞ്ഞു, പഠിപ്പിച്ചത് മാത്രം മതി, അത് വേണ്ടാത്തതൊന്നും ഇവിടെ ആവശ്യമില്ല. I am writing ഉണ്ട്, I writes ഉണ്ട്. എന്താണ്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതൊക്കെ. മാം എന്നാ സിംഗുലർ വെർബും പ്ലൂറൽ വെർബും ഒന്നുകൂടി പറഞ്ഞതായി, ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് മാം. കൺഫ്യൂഷൻ ഒന്നും ഇല്ല കേട്ടോ, സിമ്പിൾ ആണ്. അത് പറഞ്ഞു പഠിക്കണം, അതാണ് ഞാൻ പറയിപ്പിച്ചത് നിങ്ങളെ കൊണ്ട്. സിംഗുലർ വേർബ് ഏതൊക്കെയാണ്? സോറി, സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്? He, she, it, everybody. Everybody. Plural subject. I, you, we, they. ഓക്കെ, കുറച്ച് രണ്ട് പ്ലൂറൽ വേർബിന് എക്സാമ്പിൾ പറഞ്ഞു. Writes, goes. Go. അത് സിംഗുലർ ആണ്. Plural write, read. നോർമലി നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന എഴുതുക, പഠിക്കുക എന്നൊക്കെ പറയുന്ന എല്ലാ V1 ഫോമും എന്താണ്? പ്ലൂറൽ ആണ് എന്ന് മനസ്സിലാക്കുക. എല്ലാ വേർബിനെയും നമ്മൾ സിംഗുലറൈസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, എസ് ആഡ് ചെയ്തോ അല്ലെങ്കിൽ ES ആഡ് ചെയ്തോ സിംഗുലറൈസ് ചെയ്യാണ് പൊതുവെ ചെയ്യുന്നത്. സിംഗുലർ വെർബിനാണോ എസ് ആഡ് ചെയ്യണ്ടേ? പ്ലൂറൽ ആണെങ്കിൽ റൈറ്റ് മാത്രം അല്ലേ? റൈറ്റ് മാത്രമേ. ഇപ്പൊ മനസ്സിലായി മാം, മറക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ എഴുതുന്നു, I write. ഓക്കെ, ക്ലിയർ? അവൻ കളിക്കുന്നു, എഴുതൂ, ടെക്സ്റ്റ് ചെയ്യൂ. അവൻ കളിക്കുന്നു. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം, പറയണ്ട, ടെക്സ്റ്റ് ചെയ്താൽ മാത്രം മതി. അവൻ കളിക്കുന്നു, he plays. That's all. ഇവിടെ സബ്ജക്റ്റ് വേർബ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ പറയാണ് അവൻ ക്രിക്കറ്റ് കളിക്കുന്നു, ടെക്സ്റ്റ് ചെയ്യൂ. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. He plays cricket. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. എഴുതൂ, അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. At the ground. In the ground, on the ground. അച്ഛനാണ്, അച്ഛൻ്റെ ആവശ്യമുണ്ടോ? പ്രപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കണം. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ എന്താണ് പ്രപ്പോസിഷൻ പഠിപ്പിച്ചത്?
He plays cricket in the ground, on the ground ഒക്കെ പറയാം. ഓൺ ആണെങ്കിൽ എന്റെ മേലെ കളിക്കുന്നു, ഇന്നാണെങ്കിൽ ഗ്രൗണ്ടിൽ കളിക്കുന്നു എന്നൊരു മീനിങ് വരും. He plays cricket in the ground എന്ന് പറയാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അറ്റ വേണ്ട, ഓൺ ആണെങ്കിൽ കുഴപ്പമില്ല. He plays cricket in the ground. ഇനി നെക്സ്റ്റ്, അവൻ എല്ലാ ദിവസവും ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. അവൻ എല്ലാ ദിവസവും രാവിലെ ഇത് മതി. അവൻ എല്ലാ ദിവസവും ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. അവൻ എല്ലാ ദിവസവും ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. ആൾവേസ് എന്ന് വരാം മാം. എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓൾവേസ് എപ്പോഴും എന്ന് വരും മീനിങ്. എവരിഡേ, എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ എവരിഡേ ആണ്. എവരിഡേ ആണ്. വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ്. he usually പലപ്പോഴും മീനിങ് ആണ്. എല്ലാ ദിവസവും എവരിഡേ. ഓക്കെ. He plays cricket in the ground every day. And every day he plays cricket in the ground എന്ന് പറയാം. Okay. ഇനി അവൻ എല്ലാ ദിവസവും രാവിലെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. അവൻ എല്ലാ ദിവസവും രാവിലെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. അവൻ എല്ലാ ദിവസവും രാവിലെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. എവറിഡേ മോർണിംഗ് ഇങ്ങനൊരു വാക്കുണ്ടോ? സിമ്പിൾ ആണ്. നിങ്ങള് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പ്ലേസ് ക്രിക്കറ്റ് ഇൻ ദ ഗ്രൗണ്ട് എവറി മോർണിംഗ്. എവറിഡേ അല്ലല്ലോ സീന, എല്ലാ ദിവസവും രാവിലെയാണ്. എവറിഡേ മോർണിംഗ്. എവറി മോർണിംഗ് എന്ന് പറയാം. എവറി മോർണിംഗ് എല്ലാരും ചിന്തിക്കുന്ന അങ്ങനെ ആയിരിക്കുള്ളൂ. എവറിഡേ മോർണിംഗ് എന്നായിരിക്കും എല്ലാരും ചിന്തിക്കുക. പക്ഷെ എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ ഒരു മീനിങ് അവിടെ വരുന്നുണ്ട് കേട്ടോ. He plays cricket in the ground every morning. Every morning he plays cricket in the ground. Every morning ഫസ്റ്റ് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അല്ലെ? കേൾക്കുമ്പോ രസം അതല്ലേ? മീനിങ് കിട്ടുന്നുണ്ട്, ഇങ്ങനെ യൂസ് ചെയ്താൽ മീനിങ് കിട്ടും. പക്ഷെ കുറച്ചുകൂടെ നമുക്ക് കേൾക്കാൻ രസം എന്താണ്? എവറി മോർണിംഗ് he plays cricket in the ground. ഓക്കെ. അപ്പോ ഞാൻ ഈ ടെൻസ് എടുക്കുന്നതിന് മുൻപ് നിങ്ങളോട് ഈ സെന്റൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഇതുപോലെ പറയൂ. ഇല്ല മാം. നോ മാം. പഠിച്ചു, പഠിച്ചല്ലോ. അപ്പോ ടെൻസ് ഒക്കെ പഠിച്ചു. ഓക്കെ. അപ്പൊ ഇതെന്താണ്? ഒരു റൊട്ടീൻ ആണ് ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും അവൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ഹാബിറ്റ് ആണ് അല്ലെ? അപ്പൊ ഇതൊക്കെ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. മനസ്സിലായോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? സബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കണം വേർബ് വരേണ്ടത്. ബാക്കി എല്ലാം എളുപ്പമാണ്. ബാക്കിയൊക്കെ ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റിലേക്കാ പോകുന്നത്. അവരെന്താണ് കളിച്ചത്? ക്രിക്കറ്റ് ആണ് കളിച്ചത്. അവൻ എപ്പോഴാണ് കളിച്ചത്? രാവിലെയാണ് കളിച്ചത്. മനസ്സിലായോ? അപ്പൊ ബാക്കി എല്ലാവരും മിസ്റ്റേക്ക് ഇല്ലാണ്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ മിസ്റ്റേക്ക് വരുന്നത് പ്രിപ്പോസിഷനിലാണ്. ആ പ്രിപ്പോസിഷൻ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി. പിന്നെ വേണ്ടത് വൊക്കാബുലറി ആണ്. വൊക്കാബുലറി എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല, നിങ്ങൾ തന്നെ പഠിക്കും. ഓക്കെ. അതാണ് എവറി മോർണിംഗും എവറിഡേ മോർണിംഗും വരാൻ കാരണം. ആ വൊക്കാബുലറി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ബേസിക് എന്താണ് ഇവിടെ? ബേസിക് സബ്ജക്റ്റും വേർബും ആണ്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ ബാക്കിയെല്ലാം സിമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ? ഇനി എന്ത് ചോദിച്ചാലും നിങ്ങൾ പറയും. ഇനിയിപ്പോ അടുത്ത എന്താണ്? ഞാൻ ഒരു ലെറ്റർ എഴുതുന്നു. ഞാൻ ഒരു ലെറ്റർ എഴുതുന്നു. കണ്ടിന്യൂസ് പ്രോസസ് അല്ല കേട്ടോ. കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് തോന്നും. ചെയ്യുന്നു എന്ന് പറയുമ്പോ സിമ്പിൾ പ്രസന്റ് ആണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഓക്കെ. കാരണം പല സ്ഥലങ്ങളിലും I write a letter.
റൈറ്റ് അല്ലേ മാം? ഐ റൈറ്റ് എ ലെറ്റർ. കൺഫ്യൂഷൻ എന്താണ്? കറക്റ്റ് ആണ്, ഐ റൈറ്റ് തന്നെയാണ്. റൈറ്റ്സ് വേണ്ട എന്നാണ് പറയുന്തോറും വലിയ മിസ്റ്റേക്ക് ആണ്. മാം അത് എനിക്ക് കുറച്ച് മനസ്സിലാവും, പക്ഷെ പലർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ മാം. പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ആണേ ഞാൻ പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിലെ ഞാൻ പറഞ്ഞു റൂൾ ആണ്. ഇത് തെറ്റിയാൽ എല്ലാം തെറ്റും. നിങ്ങൾ വിചാരിക്കും ഒരു എസ് അല്ലേ, പക്ഷെ എസ് ആണെങ്കിൽ ഗ്രാമറിൽ വലിയൊരു മിസ്റ്റേക്ക് ആണ്. I write a letter. Okay, a letter. ഒരു ലെറ്റർ ആണ്, a letter. ഒരു ആർട്ടിക്കിളോടെ വേണം കേട്ടോ. I write a letter. ഞാൻ ഒരു ലെറ്റർ എഴുതുന്നു എന്ന് വന്നു. ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി ഒരു ലെറ്റർ എഴുതുന്നു. പറഞ്ഞേ, ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി ഒരു ലെറ്റർ എഴുതുന്നു. I write a letter for my friend. I write a letter for my friend. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഒരു I write a letter. ഐഷ ലെറ്റർ മിസ്സായി പോയി. I write a letter for my friend. For അല്ലെ, പ്രപ്പോസിഷൻ ആണ്. For my friend. ആ പ്രപ്പോസിഷൻ അവിടെ മിസ്റ്റേക്ക് ആണെങ്കിലോ എന്ത് വെച്ചു? To my friend, by my friend എന്നൊക്കെ പറയാം. തെറ്റല്ലേ അതൊക്കെ? ആണോ? സോ ഫ്രണ്ടിന് വേണ്ടി ഞാൻ ഒരു ലെറ്റർ എഴുതുന്നു എന്നാ പറയണത്. For my friend. Okay? ക്ലിയർ ആണോ? ഏകദേശം മനസ്സിലായില്ലേ? പ്രാക്ടീസ് ചെയ്യണം ഇനി. ഒരുപാട് സെന്റൻസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്താല് കിട്ടും. ഇനി പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. ഒരു പ്രപഞ്ച സത്യം ഞാൻ പറഞ്ഞതാണ്. ഒന്ന് പറഞ്ഞു നോക്കിയത്. ടെക്സ്റ്റ് പറയണ്ട, ടെക്സ്റ്റ് ചെയ്താൽ മതി. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. Birds fly on the ground, sky. Birds are flying in the sky. Birds fly on the sky. ഞാൻ ആറൊന്നും പഠിപ്പിച്ചില്ല. ആറ് വരുന്നിട്ട് പഠിപ്പിക്കാത്ത ഇവിടെ പറയണ്ട കേട്ടോ. മാം ഇവിടെ ഓൺ ദ സ്കൈ ആണോ ഇൻ ദ സ്കൈ ആണോ വരുന്നത്? അതൊരു കൺഫ്യൂഷൻ. മാം ബേർഡ്സ് സിംഗുലർ ആണോ പ്ലൂറൽ ആണ്? ബേർഡ്സ് ഇതാണ്, നൗൺ ആണത്. ബേർഡ് എന്ന് പറഞ്ഞൊരു നൗൺ അല്ലേ? നൗണിന് നമ്മൾ എങ്ങനെയാ പ്ലൂറലാക്കാം? ഓക്കെ 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 മാം, സോറി മാം. എക്സ് ആഡ് ചെയ്യണം. നൗണും വെർബ് രണ്ടാണ്, രണ്ട് രീതിയിലാണ്. മാറിപ്പോകരുത് കേട്ടോ. നൗണിനെ പ്ലൂറലാക്കണമെങ്കിൽ എസ് ആഡ് ചെയ്യണമെങ്കിൽ വെർബിനെ സിംഗുലർ ആക്കാനാണ് എസ് ആഡ് ചെയ്യേണ്ടത്. അത് പഠിക്കണം. എവിടെയെങ്കിലും എഴുതി വെക്കുക, പറഞ്ഞു പഠിക്കുക. ബേസിക് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രസന്റ് ടെൻസ് പഠിച്ചാല് ബാക്കി എല്ലാ ടെൻസും പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇൻ ദ സ്കൈ ആണോ ഓൺ ദ സ്കൈ ആണോ? ആകാശത്തിന് മുകളിലാണോ പറക്കുന്നത്? ആണോ? അല്ല, ആകാശത്ത്. Birds fly in the sky. in the sky. Birds fly in the sky. That's okay. Birds flies സീനോ ഫ്ലൈസ് വേണ്ട. ബേർഡ്സ് ഓൾറെഡി പ്ലൂറൽ ആണ്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തായിരിക്കണം? അപ്പോ പ്ലൂറൽ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. മാറിപ്പോകരുത്. ഫ്ലൈ, അഫ്ല ഫ്ലൈയിങ് ഞാൻ പറഞ്ഞില്ല. പാർട്ടിസിപ്പിൾ ഇവിടെ വേണ്ട. ഓക്കെ, എല്ലാവരും ഫ്ലൈയിങ് ആണ്. ഫ്ലൈയിങ് ഇല്ല കേട്ടോ, ഫ്ലൈ. പിന്നെന്താ? ഞാൻ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുന്നു എന്ന് പറയും. ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നു. I usually go for a walk.
I usually go for a walk. I usually ഇങ്ങനൊരു കാര്യം ചോദിക്കട്ടെ, ഓൾവേസ്, യൂഷ്വലി, എവ്രിഡേ, ഇതൊക്കെ എന്താണ്? അതിനെല്ലാത്തിനും ഒരേ മീനിങ് തന്നെയാണോ? അല്ല. I go to work every day. No, ma'am. യൂഷ്വലി യൂസ് ചെയ്യുന്ന മിസ്റ്റേക്ക് ഒന്നുമില്ല. എന്നുവെച്ചാല് കറക്റ്റ് ഞാൻ പറഞ്ഞ മലയാളത്തിന് ആ ഒരു ഇത് വരില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ മിസ്റ്റേക്ക് അല്ല. എവ്രിഡേ, എവ്രിഡേ ആണ് കേട്ടോ. ഐ ഗോ ഫോർ എ വാക്ക് എവ്രി ഡേ. ഐ ഗോ എന്താണ്? പോകുന്നു. എന്തിനു വേണ്ടിയാ പോകുന്നേ? നടക്കാനാ പോകുന്നേ അല്ലേ? അപ്പോ ഇവിടെ വേർബ് എന്താണ്? ഇവിടെ വേർബ് എന്താ? പോകുക. വാക്കല്ല കേട്ടോ, പോകുകയാണ് ഇവിടെ വേർബ്. Oh, sorry, ma'am. ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നു. പോകുന്നു ആണ് വേർബ്. എന്തിനു വേണ്ടിയാ പോകുന്നേ? നടക്കാനാണ്. അപ്പോ ഐ ഗോ, ഞാൻ പോകുന്നു. എന്തിനു വേണ്ടി? ഫോർ എ വാക്ക്, നടക്കാൻ വേണ്ടി. എപ്പോ? എവ്രി ഡേ. ഐ ഗോ ഫോർ എ വാക്ക് എവ്രി ഡേ. ആലോചിക്കുക. ഓക്കെ, ഇവിടെ എപ്പോഴും സബ്ജക്റ്റും വേർബും ആണ് വരേണ്ടത്. അതിനുശേഷമാണ് ഒബ്ജക്റ്റിലേക്ക് പോകുക, അതിനുശേഷമാണ് പ്രപ്പോസിഷനൊക്കെ വരാം. സബ്ജക്റ്റും വേർബും അടുത്തടുത്ത് ഉണ്ടാകും. സബ്ജക്റ്റ് കഴിഞ്ഞാൽ അപ്പൊ വേർബാണ് വരാം. മറക്കരുത്, മാറിപ്പോകരുത്. ഓക്കെ, കൺഫ്യൂഷൻ ആണ്. പഠിക്കണം, പഠിക്കാനുണ്ട്. മനസ്സിലായോ? ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ചെയ്യുന്നു എന്ന് പറയണം കേട്ടോ. അതായത് പോകുന്നു, കളിക്കുന്നു, കഴിക്കുന്നു, ഓടുന്നു, ചാടുന്നു എന്ന് വരണം. ആ രീതിയിലാണ് ഈ ടെൻസ് പോവുക. ഓക്കെ, ആൻഡ് അവൾ ബിരിയാണി കഴിക്കുന്നു. പറയൂ, അവൾ ബിരിയാണി കഴിക്കുന്നു. അവൾ ബിരിയാണി കഴിക്കുന്നു. ഒരുപാടൊന്നും ആലോചിക്കാനില്ലെന്നേ. ടെക്സ്റ്റ് ചെയ്തേ, ടെക്സ്റ്റ് ചെയ്യൂ. കാരണം എനിക്ക് ഈറ്റ് ആണ് ഈറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഈറ്റ് വരുന്നുണ്ട്. ഷീ ഈറ്റ്. ശ്രുതി ഈറ്റ് ആണോ? Eats biryani. Eats ആണ് കേട്ടോ. She eats ബിരിയാണി. Eats ആണ്. അവർ ബിരിയാണി കഴിക്കുന്നു. അവിടെ ബിരിയാണി കഴിക്കാന്ന് പറയുന്നു. അവർ ബിരിയാണി കഴിക്കുന്നു. പറയൂ. They eat biryani. They eat ബിരിയാണി. ഓക്കെ. പൂച്ച ബിരിയാണി. പൂച്ച പാല് കുടിക്കുന്നു. പറയൂ, പൂച്ച പാല് കുടിക്കുന്നു. പൂച്ച പാല് കുടിക്കുന്നു. Cat drink the milk. പൂച്ച പാല് കുടിക്കുന്നു. Milk. Cat drinks milk. Cat drinks milk. പൂച്ചകൾ പാല് കുടിക്കുന്നു. പറയൂ, പൂച്ചകൾ പാല് കുടിക്കുന്നു. പൂച്ചകൾ, ഒരുപാട് പൂച്ചയുണ്ട്. പൂച്ചകൾ പാല് കുടിക്കുന്നു. Cat drink milk. ഏകദേശമൊക്കെ കത്തിയിട്ടുണ്ടല്ലോ അല്ലെ? കുറച്ചൊക്കെ മനസ്സിലായി. കുറച്ചും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും. പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഗ്രൂപ്പില് മാക്സിമം ഡിസ്കസ് ചെയ്യാം. ഒരുപാട് മലയാളം വേർഡ്സ് അതുപോലെ സെന്റൻസ് പറഞ്ഞു കൊടുക്കാം. ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ? ഏകദേശമൊക്കെ മനസ്സിലാവുന്നില്ല? എളുപ്പമല്ലേ? കുറച്ചൊക്കെ സിമ്പിൾ അല്ലേ? ഇപ്പൊ ലാസ്റ്റ് എക്സാമ്പിൾ എഴുതിയാലും ഓക്കെ ആയി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ,
പെട്ടെന്നൊന്നും നമ്മള് വേഗം സ്പീഡിൽ പോകില്ല കേട്ടോ, സ്ലോ ആണ്. സിമ്പിൾ പ്രസന്റ് നന്നായിട്ട് മനസ്സിലായതിനു ശേഷം മാത്രമാണ് അടുത്ത ടെൻസിലേക്ക് പോവുള്ളൂ. ഓക്കെ, സോ പിന്നെന്താണ്, അത്രയ്ക്കുള്ളൂ. സ്നേഹന്റെ നമ്പർ ചോദിച്ചു എന്ന് പറഞ്ഞു, എന്തായിരുന്നു? അപ്പൊ ചോദിക്കാൻ പറ്റുന്ന അറിയില്ല, ഞാൻ ചോദിക്കുന്നതാണേ. കുഴപ്പമുണ്ടോ? അല്ല, അത് എന്റെ കൂടെ പഠിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു. അവരിപ്പോ പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ട് എന്തോ ഒന്നിൽ റിസർച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിലെന്തോ ഒരു സംശയം ചോദിച്ചു. ഞാൻ പറഞ്ഞ എനിക്ക് അത്ര ക്ലിയർ അല്ല, ഞാനിപ്പോ പഠിക്കുന്നുണ്ട്, അതിൽ മാമിനോട് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അവളിപ്പോ ഇവിടെ മാങ്ങാട് യൂണിവേഴ്സിറ്റിയിൽ അവള് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞ. ജോയിൻ ചെയ്താണോ അവിടുന്ന് പാസ് ഔട്ട് ആയതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ അവളൊരു ഡൗട്ട് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചതായിരുന്നു അത്. ഞാൻ പറഞ്ഞ എനക്ക് അതിലിപ്പോ അത്ര ഇല്ല, ഇതില്ല, ഞാൻ ഇപ്പൊ എന്നെ പഠിപ്പിക്കുന്ന മിസ്സിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, ലിറ്ററേച്ചറാണ്. അവളെന്തോ സബ്ജക്റ്റിൽ എന്തോ റിസർച്ച് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തോ എന്നോട് പറഞ്ഞത്. PhD സ്റ്റാർട്ടിങ്ങിലാണെന്നാ പറഞ്ഞേ. അപ്പൊ അവള് അതിന് വേണ്ടിയിട്ടൊന്ന് ചോദിക്കേണ്ടിട്ടായിരുന്നു. അതല്ലേ, അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് ചോദിച്ചു. വിളിച്ചിട്ട് അത്ര കിട്ടുന്നില്ല എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനായിട്ട് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് എന്നോട് ചോദിച്ചു. ഞാൻ ഇങ്ങനെ രണ്ടാമത് പഠിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞോണ്ടായിരുന്നു. അതായിരുന്നു. അവര് കിട്ടുമ്പോൾ എല്ലാ ടീച്ചേഴ്സിനും ഇവിടെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടല്ലോ. ഇൻസ്റ്റയിൽ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് നമ്പർ കൊടുക്കുന്നത് പോസിബിൾ അല്ല, അതുകൊണ്ടാണ്. അത് പ്രശ്നമില്ല. ഓക്കെ, ശ്രുതി പറയൂ എന്താ? മാം ആണല്ലോ ഈ ലീഡറിന്റെ കാര്യം ഇവിടെ പറഞ്ഞത്. ക്ലാസ്സിൽ ഇതുപോലെ ഒരു ലീഡർ ഉണ്ടെങ്കിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാം. സോ ആ ഒരു ഇതിലാണ് ഓക്കെ, ഞാൻ ലീഡറായി. പിന്നെ ആരും ഇതുപോലെ സൈൻ ഇൻ സൈൻ ഔട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഇനിഷ്യേറ്റീവ് ആയിട്ട് ആരും വരുന്നില്ല. സോ ഞാൻ ഡെയിലിയും ഇതുപോലെ ഒരു ലിസ്റ്റ് ഇടും, അതനുസരിച്ചാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നെ സംബന്ധിച്ചോളം ഒരു പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഓക്കെയാണ്. അപ്പോ എനിക്കൊരു സംശയം വരാൻ കാരണം, ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ജിഷ മാമിന്റെ ക്ലാസ്സിൽ ജിഷ മാം ഇങ്ങനെ പറയുന്നുണ്ട്, ലീഡർ വേണ്ട, നമുക്ക് ലീഡർ വേണ്ട, നമ്മൾ എല്ലാവരും ഒരുപോലെയാ, നമ്മൾ ആരെയും കമന്റ് അങ്ങനെ എന്താ പറയാ, കമന്റ് ചെയ്തൊരു കാര്യം പറയരുത്, അടിച്ചമർത്തരുത്. അങ്ങനെ ഈ 2 ക്ലാസ്സിൽ അടുപ്പിച്ച് ഇതുപോലെ ഒരു ടോക്ക് വരുന്നുണ്ട്. എനിക്ക് വേറെ ആർക്കും തോന്നിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. പേഴ്സണലി ഞാൻ ഫീൽ ചെയ്തു, മേ ബി ഗ്രൂപ്പിലുള്ള ആരെങ്കിലും, ജിഷ മാം ഇതുപോലെ പേഴ്സണൽ നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ. പക്ഷെ ഇതുവരെ ഞാൻ അങ്ങനെ ഡൗട്ട്സ് ചോദിച്ചിട്ടും അങ്ങനെ ഒന്നിനും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. സോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കൊരു സംശയം, ഇതുപോലെ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്തോ? ഇതുപോലെ മാം 2 ക്ലാസ്സിലും ഇതുപോലെ പറയുന്നുണ്ട്. പക്ഷെ എന്റെ വിശ്വാസം എന്താന്ന് വെച്ചാൽ, എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഓക്കെയാണ് ഞാനിത് ഒന്ന് ഇനിഷ്യേറ്റീവ് ചെയ്ത് ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും എല്ലാവരും കൊണ്ടും പറയിപ്പിക്കണം, എല്ലാവരും ഓക്കെയാണ്. അപ്പൊ എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ കഴിഞ്ഞ 2 ദിവസം ഇതുപോലെ വന്നത് കൊണ്ട് ഒരു ചെറിയൊരു സംശയം, വിഷമവും ഉണ്ട് ഉള്ളില്, ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. പക്ഷെ ബാക്കിയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കണത് ഗ്രൂപ്പില്. ഞങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പാണ്, നല്ലൊരു ലീഡറാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങളെല്ലാം സപ്പോർട്ടാ. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം അറിയില്ല കേട്ടോ. നല്ലൊരു ലീഡറാ ശ്രുതി. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ശ്രുതി, അങ്ങനെ ശ്രുതി വിചാരിക്കണ്ട. ശ്രുതിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും അല്ല. ടോപ്പിക് അതിനെ കുറിച്ചായിരുന്നു തോന്നുന്നു മാം, അതുകൊണ്ടായിരിക്കാം. എഡ്യൂക്കേഷൻ സൈക്കോളജി എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അതിനെ കുറിച്ചായിരിക്കും, ആ വിഷയമായിട്ട് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ്. വേറൊന്നുമല്ല, നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നിയ പോലെ തന്നെ ഗ്രൂപ്പിൽ കുറച്ചുപേര് പറഞ്ഞായിരുന്നു ഇതുപോലെ. ഞങ്ങൾക്കും തോന്നി 2 ക്ലാസ് ആയിട്ടാണ് മാം ഇതുപോലെ പറയുന്നത്. ബിക്കോസ് ജിഷ മാമിനെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ മാം നമ്പർ തന്നിട്ടുണ്ട് എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നിയതാണ്. അത് അല്ലായിരിക്കാം, മേ ബി എനിക്ക് തോന്നിയതാണ്. ജസ്റ്റ് ഒന്ന് മാമിനോട് പറയാൻ തോന്നി, അത്രേ ഉള്ളൂ. അത് എന്തായാലും ശ്രുതിയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് അല്ല, അത് മനസ്സിലാക്കും കേട്ടോ.
നിങ്ങളുടെ ക്ലാസ്സിലെ ആരുടെയും മിസ്റ്റേക്കോ ഒന്നുമല്ല, അങ്ങനെ കംപ്ലൈന്റ്സ് വന്നിട്ടോ അല്ല. ഓക്കെ, ആരും കംപ്ലൈന്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അങ്ങനെ എന്തെങ്കിലും ശ്രുതിക്ക് ഗ്രൂപ്പിൽ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്തോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. കംപ്ലൈന്റ് ചെയ്തിട്ടില്ല, ഇതുവരെയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ തന്നെ ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കും. ഞാനത് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു, എന്തുണ്ടെങ്കിലും പരസ്പരം ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കണം. ഓക്കെ, അതിപ്പോഴും ഞാൻ പറയാണ്. എന്ത് ചോദിച്ചാലും പകുതി കുറച്ചു പേരൊക്കെ സംസാരിക്കുള്ളൂ, ബാക്കി ആരും സംസാരിക്കൊന്നുമില്ല. ഒരു 3-4 പേര് സംസാരിക്കാം, ബാക്കി ആരും ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ല. എന്തായാലും സംശയം ചോദിച്ചാലത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാലത് കുറച്ചു പേര് സംസാരിക്കുന്നല്ലാണ്ട് വേറെ ആരും ആ കാര്യത്തിൽ ഇടപെടുന്നില്ല. കാണുന്നുണ്ട് ഞങ്ങളുടെ മെസ്സേജസ് ഒക്കെ, പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഒരു 5-6 പേരുള്ളൂ ഞങ്ങൾ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ട്, ബാക്കി എല്ലാവരും എന്താ കാര്യം ഞങ്ങൾക്ക് അറിയില്ല. കുറച്ച് പേര് ഇപ്പൊ ഗ്രൂപ്പിൽ നമ്മ കഴിഞ്ഞ ദിവസം ഡിബേറ്റ് നടത്തിയല്ലോ. അപ്പൊ ഡിബേറ്റ് നടത്തുമ്പോ നമ്മള് എഗെയിൻസ്റ്റ് പറയുന്നത് ആരോടുള്ള പേഴ്സണലി വൈരാഗ്യം കൊണ്ടല്ല, പക്ഷെ അത് അവർക്ക് വിചാരിക്കണത് എഗെയിൻസ്റ്റ് പറയണത് ഞങ്ങള് അങ്ങനെയാണെന്നത് കൊണ്ടെന്നാണ് വിചാരിച്ചു. പിന്നെ ഗ്രൂപ്പിൽ അത് പറഞ്ഞുള്ള ഒരു ഇഷ്യൂസ് ആണ്. ഇത് എല്ലാ ക്ലാസ്സിലും മീനിങ് പ്രോബ്ലംസ് ഉണ്ട്, മനസ്സിലായോ? എല്ലാവരും ഒരേപോലെ അല്ലല്ലോ, പലരും പല രീതിയിലാണ്, പല മൈൻഡാണ് എല്ലാവർക്കും. നമ്മൾ പറയുന്നത് അവരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. അപ്പൊ മാക്സിമം എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ടിരിക്കുക. എന്തുണ്ടെങ്കിലും അതിപ്പോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ അത് ഇൻഫോം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ നമ്മുടെ ഭാഗം ചെയ്യാം, പിന്നെ എന്താന്നുള്ളത് പോട്ടെ. മാം, എനിക്കിപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യണതും ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയണതും ഞാൻ ഇഷ്ടപ്പെട്ട ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് തന്നെ ആർക്കും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്. ടീച്ചേഴ്സ് ആരും അല്ല അല്ലെ, നിങ്ങൾ തന്നെ സ്റ്റുഡൻസും കൂടെ ഒക്കെ എല്ലാവരും കൂടെ പറഞ്ഞു ശ്രുതി ആവട്ടെ, ശ്രുതി അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ശ്രുതി അങ്ങനെയൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത ഒരാളാണ്. പക്ഷെ നമുക്ക് അത് ടീച്ചേഴ്സിന് ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അത് ഞാൻ പേഴ്സണലായിട്ട് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ശ്രുതി, ഞാൻ ഉൾപ്പെടെ ആരും പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ക്ലാസ്സിൽ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതെല്ലാവരും കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കേൾക്കുകയാണ് ഞാനും ശ്രുതിയെ ഏൽപ്പിക്കുന്നത്, ശരിയല്ലേ? അത് ശ്രുതിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാം. ശ്രുതിയെ മാത്രം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടത്, എല്ലാ ടീച്ചേഴ്സിനും വേണ്ടത് ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. നിങ്ങൾ തമ്മിൽ ആ ഒരു ബോണ്ടിങ് വേണം, ക്ലാസ്സിൽ ആ ഒരു കോർഡിനേഷൻ വേണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആർക്കും ചെയ്യാം. ഗ്രൂപ്പിൽ ആരെങ്കിലും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാ കാണുന്നത് അവര് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ശ്രുതി ചേച്ചി ഫസ്റ്റ് കാണാൻ ചേച്ചിയും ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും ചെയ്യാലോ. എല്ലാവർക്കും ഓരോരോ ഒപ്പീനിയൻ ഉണ്ട്. ശ്രുതി മാത്രമല്ല, എല്ലാവർക്കും ചെയ്യാം, മനസ്സിലായോ? അപ്പൊ ഞാനിപ്പോ ലീഡർ ആക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ലീഡർ ആരാണ് ലീഡർ ആക്കാൻ പറ്റുമോ? കാരണം നമുക്കപ്പോ ഒരാളെ ഏൽപ്പിക്കാലോ. ശ്രുതി ചിലപ്പോ എല്ലാ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ശ്രുതി ഇല്ലാത്ത സമയത്ത് ഞാൻ ക്ലാസ്സിലൂടെ പറയാറുണ്ട്, എല്ലാവരും പറയണം, ഗ്രൂപ്പിൽ നിങ്ങൾ ഇൻഫോം ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, എല്ലാവരും ഞങ്ങൾക്ക് ഒരേപോലെയാണ്. ഇതിലെനിക്ക് ശ്രുതി ലീഡറാണ്, ശ്രുതിയോട് കുറച്ചുകൂടെ സ്നേഹം കൂടുതൽ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. എല്ലാവരും ഓക്കെ, എനിക്ക് എല്ലാവരും എല്ലാ ടീച്ചേഴ്സിനും എല്ലാവരും ഒരേപോലെയാണ്, എല്ലാവരും ഒരേപോലെ ടാലന്റഡ് ആണ് എല്ലാവരും. ഓക്കെ, പിന്നെ എന്താണ്, ചിലർക്ക് അത് സ്കില്ല്, ചിലർക്ക് അത് ക്ലാസ് ഹാൻഡിൽ ചെയ്യാനും ക്ലാസ് കൊണ്ടുപോകാനും ഒരു സ്കില്ല് ഉണ്ടാകും, ശരിയല്ല? നിങ്ങൾക്കും അറിയാലോ. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് പറ്റില്ല കേട്ടോ ഒന്നും ചെയ്യാനായിട്ട്, നമുക്ക് തന്നെ അറിയാം. അപ്പൊ അത് ചെയ്യുന്ന ആള് ചെയ്തോട്ടെ, മനസ്സിലായോ? നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് മുന്നോട്ട് പോവാം, നിങ്ങൾക്ക് മുന്നോട്ട് വരാം. ആരും അതിന് തടസ്സമൊന്നുമില്ല. ക്ലിയർ ആണ്? ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങളുടെ ക്ലാസ്സിലെ പ്രശ്നങ്ങളോ ശ്രുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഒന്നും കൊണ്ടല്ല ജിഷ മിസ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആ ഒരു ചിന്ത വേണ്ട. അങ്ങനെ ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ജിഷ മിസ്സിനോട് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. ചോദിക്കാം, അപ്പൊ പ്രശ്നം തീരുമല്ലോ അവിടെ വെച്ച്. മിസ് എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ളത് മിസ്സിന്റെ ക്ലാരിഫിക്കേഷൻ കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും, എല്ലാവർക്കും കേൾക്കാം. അപ്പൊ നേരിട്ട് ചോദിക്കാം. അതിപ്പോ
ഫ്രണ്ട്സിന്റെ ഇടയിൽ മാത്രമല്ല കേട്ടോ ഈ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്, ടീച്ചേഴ്സിനോട് സംസാരിക്കാം. ഓക്കെ, എന്നോടാണ് ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാം, ടീച്ചർ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് എന്നോടും ചോദിക്കാം, ഞാൻ എന്റെ ഭാഗം പറയും. എല്ലാവരോടും ചാപ്റ്ററിന്റെ ഭാഗമായിട്ടാവും മാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. മാമിനോട് ചോദിക്കും. ഓക്കെ, മാമിനോട് ചോദിക്കും കേട്ടോ. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല, അത് എന്റെ ക്ലാരിഫിക്കേഷൻ ആണത്. ഇനി ബാക്കി ജിഷ മിസ്സിനോട് എന്തായാലും ചോദിക്കണം. എന്നോട് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ മിസ്സിനോട് കൂടി ചോദിക്കും. ഓക്കെ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിലും അത് അപ്പൊ മാറിക്കോളൂ കേട്ടോ. ഓക്കെ മാം, താങ്ക് യു മാം. സൈൻ ഔട്ട് ഉണ്ടോ? ഞാനാ. ഓക്കെ, Good morning all. I am Nisira. I am today Ashwati ma'am participate. Ashwati ma'am teach about tense. Thank you ma'am for your hard work in teaching our online class. I really appreciate your participation and dedication. And I would also thank you all my friends for active in classroom today. Thank you. Wish you a nice day. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞതില് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഓക്കെ ആണോ? Okay, so thank you all. See you on next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.